നമ്മുടെ തൈര് ഫേഷ്യലിന്റെ ഫൈനൽ റിസൾട്ട് ആണ് ഈ കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ കഴുത്തൊക്കെ നോക്കിയേ. മുഖം മാത്രമല്ല, നമ്മൾ കഴുത്തിലും കൂടി ഇട്ടപ്പോൾ നല്ലൊരു വ്യത്യാസം തന്നെ. ആ കരിവാളിപ്പൊക്കെ പോയിട്ട് നല്ലൊരു വ്യത്യാസം തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു തൈര് ഫേഷ്യലാണ് കേട്ടോ. അല്ലേ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് തൈര് വെച്ചിട്ട് ഒരു അടിപൊളി നേച്ചറായിട്ടുള്ളൊരു ഫേഷ്യലാണ്. റിസൾട്ട് അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ തൈര് എന്ന് പറയുമ്പോൾ എനിക്ക് രാശി തൈരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കഴിഞ്ഞ കൊല്ലം ഇതേ ടൈമിൽ ഇന്നേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് നമുക്ക് പുറം ലോകത്തേക്ക് യൂട്യൂബുകാർ എടുത്തെറിഞ്ഞ് നമുക്ക് പുറം ലോകത്തേക്ക് എന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അന്ന് എൻ്റെ രാശി തൈര് തന്നെയായിരുന്നു. പിന്നെ തൈരിൻ്റെ ഏതൊരു പാക്ക് ഇട്ടാലും നമുക്ക് നല്ല ഇത് തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു വിശ്വാസമാണ്. പക്ഷെ നല്ല റിസൾട്ടാണ് നമുക്ക് തൈര് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ. നാച്ചുറലായിട്ട് നമ്മൾ ആ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസിൽ പോകാം. 2-3 സ്റ്റെപ്പ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രബിങ് കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സ്ക്രബിങ് കൊടുത്തതല്ലേ, ആഴ്ചയിൽ ഒരിക്കലേക്ക് സ്ക്രബിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്കൊരു സ്ക്രബിങ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് തൈര്, ഞങ്ങൾക്ക് തൈര് ഇതിലാണ് കേട്ടോ വരിക. അപ്പോൾ ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ തൈര് എടുക്കുക. ആദ്യത്തെ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞ് ടീസ്പൂണിൽ 1/4 ടീസ്പൂൺ തൈര് എടുക്കുക. കൈയൊക്കെ നല്ലപോലെ വൃത്തിയിൽ കഴുകി വന്നതാണ് കേട്ടോ. കൈ മുഖമൊക്കെ നല്ല രീതിയിൽ കഴുകി വന്നിട്ടുള്ളതാണ്. അതിലോട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ചെപ്പുകളിലേക്ക് ആക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഏത് നേരം എടുത്ത് പൊടിക്കാനോ നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്നൊരു സ്ക്രബിങ് ചെയ്യാൻ തോന്നിയ ഒരു കറ്റാർവാഴ കഷ്ണം കിട്ടി കഴിഞ്ഞാലും അതുപോലെ തൈര് വെച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്ക്രബിങ് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ പൊടിക്കാനും നിൽക്കണ്ട. ഇങ്ങനെ ആക്കി വെച്ച് നമുക്ക് വേഗം തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും നല്ല രീതിക്ക് എടുത്ത് ആദ്യം തന്നെ നമ്മളൊരു സ്ക്രബിങ് കൊടുക്കണം കേട്ടോ. ഈ സ്ക്രബിങ് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തുണ്ടാവണ ചിലപ്പം ഈ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ കുരൊക്കെ വന്നിട്ട് നിൽക്കണ പാടുകൾ പോകാനും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനൊക്കെ ആയിട്ടാണ് നമ്മൾ സ്ക്രബിങ്ങിൻ്റെ പരിപാടി നമ്മൾ ആദ്യം ചെയ്യണത് കേട്ടോ. അത് ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു മാറ്റം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആഴ്ചയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടേ വരില്ല കേട്ടോ. മൂക്കിൻ്റെ ഭാഗത്തൊക്കെ തുമ്പത്തൊക്കെ ഇങ്ങനെ കറുത്ത കുത്ത് പോലെയൊക്കെ വരില്ലേ, അതൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇത് ഈ 2 സൈഡിലൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ക്രബിങ് കൊടുക്കുമ്പോൾ നമുക്കത് ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക സാധനങ്ങളൊന്നും പിന്നെ നമ്മുടെ മുഖത്തും അതേപോലെ ഈ ആടിയുടെ ഭാഗത്തൊന്നും വരില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം അധികം നേരമൊന്നും നമുക്കിതിന് വേണ്ട. ഒരു 2 മിനിറ്റ് നേരം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രബിങ്ങിൻ്റെ പരിപാടി അവിടെ കഴിയും. നമുക്കിത് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് ഉണ്ടാവണ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഇതിൻ്റെ ഗുണം മാത്രമല്ല, നമ്മുടെ കൈ നമ്മുടെ മുഖത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് അങ്ങോട്ട് വരുമ്പോൾ ആ ഒരു നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്ക്രബിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മളിത് ചെയ്യുമ്പോൾ കഴുത്തിലൊക്കെ ഇതേപോലെ ഡാർക്ക് കളർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഗുണം ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു സ്ക്രബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗുണം ചെയ്യണ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മുഖത്ത് മാത്രമല്ല കഴുത്തിലേക്കും കൂടി ചെയ്യാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്ക്രബിങ് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്കൊരു ക്ലെൻസിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ തൈര് തന്നെയാണ്. നമ്മളൊരു 1/4 ടീസ്പൂൺ തൈരാണ് നമ്മൾ ആദ്യം എടുത്തത്. അത്രയ്ക്ക് തന്നെ തൈര് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെടുത്ത് നമുക്ക് മുഖത്തേക്ക് ഇങ്ങനെ വെറുതെ തേച്ച് കൊടുക്കുക. നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ മുഖം നല്ല സ്മൂത്തായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു തൈര് വെച്ചിട്ട് ഇതേപോലെ ഒരു മസാജ് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവണ കരിവാളിപ്പൊക്കെ പോകാനായിട്ട് തൈര് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ്. നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ തൈര് എടുത്തിട്ട് നമ്മുടെ മുഖത്ത് തേക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ആ വെയിലേറ്റ് വരുന്ന ആ കരിവാളിപ്പ് നമുക്ക് നല്ല രീതിക്ക് മാറി വരുന്നത് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ലൈവായിട്ടൊക്കെ ആ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് നമ്മൾ തുടച്ച് കളയൊന്നും വേണ്ട. ഇതേപോലെ തരുന്നത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സർവായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഒരു മസാജ് കൊടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് നമുക്കൊരു രീതിയിലൊരു മസാജ് കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തിന് ഉണ്ടാവുന്ന ആ തൂങ്ങലുകൾ, അനാവശ്യമായിട്ടുള്ള ആ ഒരു വീർമതകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ കണ്ണിൻ്റെ പോളകളിലൊക്കെ ഉണ്ടാവുന്ന വീർമതകളൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ അമർത്താൻ പാടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ വല്ലാണ്ട് വലിച്ചമർത്തണ പോലെ തോന്നും, പക്ഷേ ഞാൻ വളരെ സോഫ്റ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിലവരുടെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഇതേപോലെ കുത്ത് ചിലവരുടെ എനിക്കുണ്ടായിരുന്നു. അത് ഇങ്ങനെ ആക്കി നമ്മൾ ഈ മസാജിലൂടെ പോയതാണ്. ഈ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ നിറച്ച് കുത്ത് പോലെ നമുക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വെയിലത്ത് പോയിട്ട് വരുമ്പോഴാണ് ആ ഒരു സാധനം, അതൊരു സ്കിന്നിൻ്റെ ഒരു പ്രശ്നമാണ്, അതങ്ങനെ തെളിഞ്ഞു വരാറുണ്ട്. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളത് ഡെയിലി നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമുക്കതിനുള്ള മാറ്റം കാണാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ജോ ലൈൻസൊക്കെ കറക്റ്റായിട്ട് വരും. അത് ഇതേവിടെ കൊണ്ടുവന്ന് മുട്ടിക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ജോയിൻറ്റിൽ നമ്മളിവിടെ ഇതാക്കണം. അപ്പോഴേ നമ്മുടെ ആ തൂങ്ങലുകൾക്ക് മാറി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡബിൾ ചിൻ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാനൊക്കെ ആയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ അമർത്തി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരുമാണ്ട നമ്മുടെ ഒരു മുഖത്തുണ്ടാവുന്ന ഒരു മാറ്റം. അപ്പോൾ നമ്മൾ മസാജിങ് കഴിഞ്ഞു നമ്മളൊരു അടിപൊളി പാക്ക് ഇടാൻ പോവാണ് കേട്ടോ. നല്ല അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ് റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ആയ തൈര് നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ കയ്യിലേക്കല്ല, ഞാൻ ഈ ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ തൈര് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കടലമാവാണ്. അതും ഒരു ടീസ്പൂൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിലേക്കും കൂടി എടുക്കാം. നിങ്ങളുടെ ടീസ്പൂണിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ ഇത്രക്കോളം അര ടീസ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് ബാക്കി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊന്നും വിചാരിക്കേണ്ട, നമ്മുടെ കൈമലും കാലുമലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ് കേട്ടോ. അത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കും കൂടിയാണ്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് വേണ്ട ഐറ്റമാണ്. ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല, ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ചില പാക്കുകളിലൊക്കെ നമ്മൾ നേരിട്ടാണ് മഞ്ഞൾ ചേർക്കാറ്. അപ്പോൾ ചിലവർക്ക് ഭയങ്കര ചുട്ടുനീട്ട് ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് മുഴുവനൊന്നും വേണ്ട, ഇത് നമ്മളിവിടെ ഇങ്ങനെ ആക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ ഇത്തിരി എടുത്ത് ആക്കണേക്കാളും നല്ലത് നമ്മൾ കുറച്ചൊരു 2 ടീസ്പൂൺ ഇതേപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ആക്കി ചെരിച്ച് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങോട്ട് പോയി കിട്ടും. ഇങ്ങനൊരു ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു പിഞ്ച് അത്രേ വേണ്ടു കേട്ടോ. ഇതേപോലെ നമ്മളിങ്ങനെ, അപ്പോൾ ഇതാകുമ്പോൾ മുഖത്തുണ്ടാവണ നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി, ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാപ്പിപ്പൊടി ചിലർക്ക് പറ്റില്ല. അപ്പോൾ പറ്റണവരാണെങ്കിൽ നമുക്ക് ഇതിലൊരു ഇച്ചിരി കോളം ഈ പാക്കറ്റിൻ്റെ അര പാക്കറ്റ് നമ്മൾ ബ്രൂവിൻ്റെ പൊടിയാണ് കേട്ടോ, നൈസ് പൊടിയാണ്. അതും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളിതിലോട്ട് ചെറുനാരങ്ങയുടെ നീര്, അധികമൊന്നുമല്ല, ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെയാണ് നമ്മൾ അതും എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി പോരായ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് കുറച്ചും കൂടി ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ.
അങ്ങനെ ആക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ക്രീം കളറിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. നല്ലൊരു ക്രീമി ആയിട്ട് നമുക്ക് കിട്ടണം. അതാണ് ഇതിൻ്റെ മിക്സിങ് നല്ല രീതിക്ക് ആവണമെന്ന് പറഞ്ഞത്. കണ്ടോ? ആദ്യം നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ കേട്ടോ. കാണുമ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് തികയില്ലല്ലോ എന്ന്. പക്ഷേ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കും തോറും ഇതൊരു നല്ല സ്മൂത്തായിട്ടുള്ളൊരു പാക്കായിട്ട് മാറും. നല്ല ഇതിപ്പോൾ അത്യാവശ്യം ലൂസിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുഖത്തേക്ക് ഒലിക്കാത്ത പോലെ ആവും ചെയ്യും. എന്നാൽ ഇത് മുഖത്ത് പിടിക്കും ചെയ്യും. അപ്പോൾ നമ്മൾ ആകെപ്പാടെ എടുത്തേക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ തൈരെടുത്തു. ആദ്യം നമ്മൾ സ്ക്രബിങ് ചെയ്തു. വീണ്ടും 1/4 ടീസ്പൂൺ തൈരെടുത്ത് ഒരു മസാജ് കൊടുത്തു. അത് നമ്മുടെ മുഖത്ത് അങ്ങനെ തന്നെ അബ്സർവ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ, ഇപ്പോൾ മൊത്തത്തിൽ ആകെ ഒരു ഒറ്റ ടീസ്പൂൺ, ഒരു വലിയ ടീസ്പൂൺ തൈരുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫേഷ്യൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഇത് തന്നെ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട്. ഞാൻ ഇതിൻ്റെ റിസൾട്ട് കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒരു സ്ക്രബിങ്ങും മസാജും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു തെളിച്ചം വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാക്കും കൂടി ഇടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിന് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി കിട്ടാനായിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി. അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതല്ല. ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായ മഞ്ഞൾ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒറിജിനലാണ്. നമ്മൾ കെമിക്കലൊന്നും നമ്മളിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മഞ്ഞളിങ്ങനെ പുകച്ചിൽ വരാമെന്നുള്ള ഒരു പേടിയും വേണ്ട. ഇതേപോലെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഗോളം ബാക്കിയുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കയ്യുമ്മലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കയ്യുമ്മൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ കുളിക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊരു കാര്യം ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ കടലമാവിൻ്റെ ആയതുകൊണ്ട് നമുക്കിതിനെ വലിച്ചിലറിയാൻ പറ്റും. പിന്നെ അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ. നമ്മുടെ മുഖം നല്ല രീതിക്ക് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഇരുന്നിട്ട് തന്നെ തുടച്ച് റിസൾട്ട് കാണിച്ചു തരാം. നമുക്ക് കടലമാവ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലപോലെ വലിച്ച് നമുക്കറിയാം. അതുകൊണ്ടാണ് സംസാരിക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മുഖം വലിയണത് നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. പ്രത്യേകം ഞാൻ എടുത്ത് പറയാം, നമുക്ക് ആ റോസ്റ്റഡ് ആയിട്ടുള്ള മഞ്ഞൾ ചേർത്തുകൊണ്ട് നമുക്ക് മുഖത്തിനൊരു ചുട്ടുനീട്ടും ഇല്ല കേട്ടോ. ഇനി അത് വിചാരിച്ചിട്ട് നിങ്ങളത് ചെയ്യാതിരിക്കേണ്ട. മഞ്ഞളും കൂടി ഇടുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നോക്കിയേ, കളർ കണ്ട അടിപൊളി റിസൾട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഒരേ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഇത്രയ്ക്കൊക്കെ ഒരു നല്ലൊരു ഗ്ലോയൊക്കെ നമ്മുടെ മുഖത്ത് സ്കിന്നിനൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പാക്കുകൾ മാത്രം ഇട്ടിട്ട് നമുക്ക് മുഖത്തിനൊരു ഗ്ലോ വരുത്താമെന്നല്ലാതെ നമുക്ക് ശരീരത്തിനൊരു ജലാംശമൊക്കെ നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലോട്ട് നല്ലോണം വെള്ളം കുടിക്കണം. അപ്പോഴാണ് നമ്മുടെ ആ സ്കിന്നും അതേ രീതിക്ക് നമ്മൾ ചെയ്യുന്നതിന് അനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് തരുള്ളൂ. കണ്ടോ എന്ത് ക്ലിയർ ആയി നോക്കിയ മുഖം. ഒത്തിരിയും കൂടി അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ
റിസൾട്ട് കാണാനായിട്ട് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഈ ഒരു ഫേഷ്യൽ ചെയ്യാൻ നോക്കട്ടോ. നമ്മൾ ഈ ഒരു 3 സ്റ്റെപ്പൊക്കെ ചെയ്താൽ തന്നെയാണ് നമുക്ക് ഇത്രയ്ക്കൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി കഴുത്തിലൊക്കെ ഞാൻ പുറത്ത് പോയി നിന്നിട്ട് കഴുകിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.